ഹായ് ഫ്രണ്ട്സ്, ദേവൂസ് വില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് കന്യാകുമാരിയിൽ ഒരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചത് 12 മണിക്കാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും 3-3:30 മണിയായി. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഞാനും ദേവൂട്ടിയും ചേട്ടനും ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലി മാത്രമല്ലായിരുന്നു ടൂറിൽ ഉണ്ടായിരുന്നത്, വേറെയും കുറച്ചധികം ഫാമിലീസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു നല്ല എൻജോയ്മെൻറ്റ് ട്രിപ്പായിരുന്നു. ഇത് ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനും കൂടെ കണ്ണാടി വാങ്ങുന്ന തിരക്കിലാണ്. അവിടെയെന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം വാങ്ങുമ്പോഴത്തേക്കും വില കൂട്ടിയാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിനെക്കാട്ടിയും ഒരു 50 രൂപയോ ഒരു 30 രൂപയെങ്കിലും കുറച്ചേ പറയാവൂ. അപ്പോൾ ആ വിലയ്ക്ക് തന്നെ അവർ തരും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂര്യോദയം കാണാൻ 3:30 മണിക്ക് കന്യാകുമാരിയിലെത്തിയ നമ്മൾ കറക്റ്റ് 7 മണിക്കാണ് സൂര്യോദയം കണ്ടത്. അന്ന് മേഘങ്ങൾ മൂടിയ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യോദയം കാണാൻ വളരെയധികം താമസിച്ചായിരുന്നു. ദേവൂട്ടി ഈ സമയത്ത് ഉറക്കമായി. പിന്നെ സൂര്യൻ ഉദിച്ച് വരണ ആ സമയത്ത് പിന്നെ നമ്മൾ അവളെ ഉണർത്തിയാണ് സൂര്യോദയം കാണിച്ചത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. കുറച്ച് ആളുകളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഈ സൂര്യോദയ സമയത്ത് ഇത്രയും ആൾക്കാർ എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിപ്പോയി. പക്ഷേ സൂര്യോദയം വൈകിയതിനെ കുറിച്ചൊക്കെ അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല നല്ല സ്നേഹത്തോടെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ പോയത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ഫാൻസി ഷോപ്പിലേക്ക്. അവിടെ 5 രൂപ മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ റേറ്റിനും ഉണ്ട്. നമ്മൾ കൂടുതലും കുറഞ്ഞ റേറ്റിനുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 5-10 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് ഒരു 50-60 രൂപയെങ്കിലും കൊടുക്കണം. ഇത് നമ്മുടെ നാട്ടിലെ സ്വന്തം കലാകാരന്മാരുടെ ഡാൻസുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വല്ലപ്പഴ ഒരിക്കലല്ലേ ഈ ടൂറുകളൊക്കെ ഇതുപോലെ സംഘടിപ്പിക്കുന്നുള്ളൂ. അവർക്കും എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അടുത്തത് നമ്മൾ പോയത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ്. അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട്